സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആര്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി എന്നത്. ചട്ടമ്പി സ്വാമികൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി സബർമതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സബർമതിയാണ് രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സബർമതി. ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്? ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്? ഗാരോ ആണ്. ഗാരോ മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്. ഗാരോ മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം ദാമനാണ്. ദാമൻ. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശമാണ് ദാമൻ. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചലന വേഗത കുറവായിരിക്കും, തമ്മിലുള്ള അകലം കുറവായിരിക്കും, ആകർഷണ ബലം കുറവായിരിക്കും, ഊർജം കുറവായിരിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. വയോമിത്രം. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം 1947. 1947 ത്രിവർണ പതാകയെ ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത്. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്ന പ്രസ്താവനകൾ: കേരളത്തിൽ ആദ്യമായിട്ട് 4G സേവനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. IT അറ്റ് സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് 4G സേവനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്, ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്, ശരിയാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്, ശരിയാണ്. IT അറ്റ് സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001, ശരിയാണ്. അടുത്ത ചോദ്യം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ്.
ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. പ്ലാസന്റയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, അതുപോലെ ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക എന്നിവ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ആണ്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കരയിനമാണ്? പന്നിയൂർ 1 കുരുമുളകാണ്. കുരുമുളകിന്റെ സങ്കരയിനമാണ് പന്നിയൂർ 1 എന്നത്. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത് എന്തിനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. 8 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ആണ്. സൾഫർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ വർഷം 1951 ആണ്. 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെ? ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനി. ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനി. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന ഏതെങ്കിലും വിവരങ്ങളാണെങ്കിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളാണെങ്കിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂറിനുള്ളിലാണ്. 48 മണിക്കൂർ. ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ച വർഷം 2010. ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ചത് 2010. 1905 പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരുന്നു? CP ഗോവിന്ദപിള്ള. 1905 പ്രസിദ്ധീകരിച്ച ഏത് പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രമാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു CP ഗോവിന്ദപിള്ള. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ.
താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ ആണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ടി പ്രകാശം. ഓപ്ഷൻ സി ടി പ്രകാശമായിരുന്നു ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ആര്? പാണിനി. ഓപ്ഷൻ ഡി പാണിനി. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം ഏത്? കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905 1905. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആര്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആര്? 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ള. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര്? എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരാണ് അഗ്നിച്ചിറകുകൾ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കാൻ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കാൻ ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. ആരുടെ പേരാണ് പൂനെ യൂണിവേഴ്സിറ്റിക്ക് പുനർനാമകരണം ചെയ്ത് നൽകിയിരിക്കുന്നത്? സാവിത്രി ബായ് ഫുലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാവിത്രി ബായ് ഫുലെ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി താരം? വർഷം നോട്ട് ചെയ്യുക. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി താരമാരാണ്? നഞ്ചിയമ്മയാണ്. ഓപ്ഷൻ സി നഞ്ചിയമ്മ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ അനുഭവക്കുറിപ്പാണ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് നിലമ്പൂർ ആയിഷയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിലമ്പൂർ ആയിഷയുടെ കൃതിയാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്. നിലമ്പൂർ ആയിഷ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആര്? കേരളത്തില് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത
മേരി പുന്നൻ ലൂക്കോസ് ആണ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തില് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായ മലയാളി വനിത ആര്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലായ മലയാളി വനിത EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ ആയിരുന്നു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലായ മലയാളി വനിത. EK ജാനകി അമ്മാൾ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം ഏത്? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം പാരാലിമ്പിക്സ് ആണ്. ഓപ്ഷൻ ഡി പാരാലിമ്പിക്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് എന്ന ഖ്യാതി ഏത് തുറമുഖത്തിനാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് എന്ന ഖ്യാതി ഏത് തുറമുഖത്തിനാണ്? കാട്ട്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട്. കാട്ട്ല തുറമുഖം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിബായി ആയിരുന്നു. സേതു ലക്ഷ്മിബായി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് 50ാമത്തെ ചോദ്യം. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏതാണ്? കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഒല്ലൂക്കര വില്ലേജാണ്. ഒല്ലൂക്കര വില്ലേജാണ് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. അപ്പോൾ ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.